സാമ്രാജ്യം ജിങ്ജു കാസറ്റ് ഇതുവരെ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഏകാഗ്രതയുടെ വിരലുകളിൽ അകപ്പെട്ടു. അവന്റെ ശക്തിയിൽ നിന്ന് കാണിച്ചു കൊടുക്കാൻ പപ്പത് മാസ്റ്ററുടെ കീഴോസ്യമായി അവൻ പോരാടാൻ തീരുമാനിച്ചു. അവൾ ഇരുട്ടിൽ ഒളിച്ചിരുന്ന ട്രൂപ്പ്ഹോപ്പിനെ നിരീക്ഷിക്കുന്ന സാക്ഷി എന്ന പേരുള്ള കെയോസ് ബാധിച്ച പൂച്ചയായിരുന്നു. എന്നാൽ ആ പൂച്ചയുടെ ആക്രമണത്തിന് മുന്നിൽ വൂവിന് നേരെ ചൊവ്വ യുദ്ധം ചെയ്യാൻ സാധിച്ചില്ല. അയ്യോ, എന്തുകൊണ്ടാണ് നിനക്ക് മൈൻഡ് ബോക്സ് സൂക്ഷിക്കാൻ തന്നില്ല? കാരണം അവർക്ക് നിന്നെ വിശ്വാസമില്ല. എന്നാൽ അധികാര വാക്കുകൾക്കെതിരെ വൂ അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കടുവക്കുഞ്ഞിനെ ഉണർത്തി. തോൽവിയെ വിജയമാക്കാൻ പോയപ്പോൾ ഊവിന്റെ ഹൃദയത്തിൽ ആഴങ്ങളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ദുഷ്ടചിന്തകളെ സാക്ഷി ഉണർത്തി. അത് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ആ വേദന കാരണം ഭൂ പൊട്ടിത്തെറിച്ചു. അതും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഊവിന്റെ ബോധം തിരിച്ചു കിട്ടിയപ്പോൾ മൈൻഡ് ബോക്സ് സാക്ഷി കരസ്ഥമാക്കിയിരുന്നു. ട്രൂപ്പ്ഹോപ്പിനെ നശിപ്പിക്കുക. ഈ ചെറിയ പെട്ടിയിൽ നിന്ന് ലഭിക്കുന്ന അപാര ശക്തിയാണ് എനിക്കിഷ്ടം. ആ വൃദ്ധൻ അന്ന് എനിക്കത് തന്നിരുന്നുവെങ്കിൽ അയാൾ ജീവിച്ചിട്ടുണ്ടായിരുന്നേനെ. ഇതൊരു വലിയ കളിയാണ്. അതിന് നമ്മൾ കുറച്ച് ക്ഷമയുള്ളവരായി നിൽക്കണം. ഇനി എന്തു വേണം പെണ്ണേ? ഞാൻ ഈ മൈൻഡ് ബോക്സ് കൊണ്ടുവന്നില്ലേ, ഇനിയെങ്കിലും എന്നെ കെട്ടിക്കൂടയോ? പോയി അവിടെ എങ്ങാനും ഇരി പെണ്ണേ. വിശുക്കൻ ഈ കുട്ടികളെ നോക്കുന്നത് എന്തിനാണെന്ന്? വിഷമിക്കണ്ട, ഇനി നമുക്ക് ഈ കുട്ടികളെ കൊണ്ട് പ്രയോജനമില്ല. ഞാനൊരു മികച്ച ഗെയിം തയ്യാറാക്കിയിട്ടുണ്ട്. അവർക്കതിൽ തികച്ചും സന്തോഷമാവും. അത് അങ്ങനെ പൂർത്തിയായി. കാണാനില്ല. എവിടെ പോയി? എവിടെ പോയി? എവിടെ 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 എവിടെ? മൈൻഡ് ബോക്സ് കാണാനില്ല. അതെങ്ങനെ കാണാതായി? സത്യത്തിൽ എല്ലാം ഞാൻ കാരണമാണ്. ഞാനാണ് മൈൻഡ് ബോക്സ് നഷ്ടപ്പെടുത്തിയത്. എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ രാത്രി നീ എന്തോ രുചികരമായി ഉണ്ടാക്കി കഴിക്കുമായിരുന്നുവല്ലേ? അപ്പോഴല്ലേ മൈൻഡ് ബോക്സ് മോഷ്ടിക്കപ്പെട്ടത്? പറയടാ അമ്മച്ചിയെ. ഇന്നലെ നമ്മൾ ക്ഷീണിതരായിരുന്നുവല്ലോ, അതുകൊണ്ട് നമ്മൾ നേരത്തെ ഉറങ്ങിയില്ലേ? പിന്നെന്താ നീയാണത് കളഞ്ഞതെന്ന് പറയുന്നത്? എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ഉറങ്ങുമ്പോൾ മൈൻഡ് ബോക്സ് ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കണോ? നിങ്ങൾ ചിന്തിക്കുന്നതൊന്നുമല്ല സംഭവിച്ചത്. ശരിയാ, ഇവനിൽ ഒന്നും രുചികരമായി മണക്കുന്നില്ല. എടാ നിനക്ക് തിന്നുന്ന വിചാരം മാത്രമേ ഉള്ളൂ. ഓ, അപ്പോൾ നീ എന്താണ് പറഞ്ഞു തരുന്നത്? അത് നീ വളരെ സത്യസന്ധനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിന്റെ കൂട്ടാളികൾ മൈൻഡ് ബോക്സ് നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നില്ല? കാരണം അവർക്ക് നിന്നെ വിശ്വാസമില്ല.
ഒന്നുമില്ല. ക്ഷമിക്കണം, ഞാൻ എൻ്റെ കടമ ചെയ്തിട്ടില്ല. ക്ഷമാപണം നടത്തുന്നതിന് പകരം എത്രയും പെട്ടെന്ന് മൈൻഡ് ബോക്സ് കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. എന്നാൽ ആ മൈൻഡ് ബോക്സ് ആരാണ് മോഷ്ടിച്ചതെന്നറിയണ്ടേ? ഈ വഴി നിനക്കറിയുമോ? എനിക്കറിയാം, വരൂ. നോക്ക്. ഓ, ഇനി അങ്ങോട്ട് വഴിയില്ല. ഇതെങ്ങനെ കടക്കും? വെൽക്കം കുട്ടികളെ, സർക്കസ് വേണോ? ആദ്യം ടിക്കറ്റ് എടുക്കൂ. വീണ്ടും വന്നു നശിച്ച പാവ. നിന്റെ ഈ കെണിയിൽ വിഡ്ഢികൾ മാത്രമേ വീഴൂ, ഞങ്ങളല്ല. എന്നാൽ നിങ്ങൾ എന്നേ വീണു. നീ എന്ത് പൊട്ടത്തരമാണ് വിളിച്ചു പറയുന്നത്? ഏതാണ് ഈ സ്ഥലം? മൈൻഡ് ക്ലാനിന്റെ ഈ കൊച്ചു കൊട്ടാരത്തിലേക്ക് സ്വാഗതം. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വാ, തോന്നിയതുപോലെ വിളിച്ചു പറയാതെ. മൈൻഡ് ബോക്സിന്റെ ശക്തി വീണ്ടെടുക്കാൻ എന്നെ സഹായിക്കൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഗെയിം തയ്യാറാക്കിയിട്ടുണ്ട്. അത് വിജയിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സമ്മാനം കിട്ടും. സമ്മാനം നല്ല രുചിയുള്ള ചിക്കൻ ബിരിയാണി ആയിരിക്കും. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഈ ഗെയിം കളിക്കാം. ഒന്ന്, എന്റെ ആളുമായി യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. എന്റെ ഈ ആള് നിങ്ങളെ പരലോകം കാണിക്കും. എന്താണിത്? കണ്ടിട്ട് മൈൻഡ് ക്ലാനിന്റെ റോബോട്ട് കളിപ്പാട്ടമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഈ കളിപ്പാട്ടമായി കളിക്കാൻ ചെറിയ കുട്ടികളൊന്നുമല്ല. ഈ ശക്തി അതാണ്. അത്രയ്ക്ക് നിർബന്ധമെങ്കിൽ അമ്മേ, എന്താ അത്? മിഞ്ചു, നീ എന്താണ് ചെയ്തത്? അത് ഞാൻ അതിനുള്ളിൽ എന്റെ കുഞ്ഞനിയൻ നെപ്റ്റ്യൂനാണ്. അതിനുള്ളിൽ നെപ്റ്റ്യൂണോ? നീ എപ്പോഴും പറയുന്ന കുട്ടിയാണോ അത്? ഈ ഗെയിമിൽ നിങ്ങളുടെ എതിരാളിയായി പങ്കെടുക്കുന്ന എന്റെ ഏറ്റവും ശക്തനായ, ഞാൻ പറഞ്ഞാൽ മാത്രം അനുസരിക്കുന്ന ഒരു മാർജാര യന്ത്രമാണിത്. അപ്പോൾ ഗെയിം തുടങ്ങാം. നമ്മൾ മാസ്റ്ററെ രക്ഷിച്ചതുപോലെ നെപ്റ്റ്യൂണിനെ രക്ഷിക്കണം. എന്നിട്ട് ആ പപ്പറ്റ് മാസ്റ്ററിനെ വകവരുത്തണം. എന്നാൽ കളി തുടങ്ങിക്കളയാം. എനിക്ക് ഹാർമണി എടുക്കാൻ പറ്റിയോ? എന്റെ കൂടെ എല്ലാവരും എത്തിയിരുന്നു. സാരമില്ല, ആദ്യത്തെ നീക്കം ഞാൻ നടത്താം. ആക്രമിക്കരുത് ലിൽപായ്, സൂക്ഷിച്ച്. ഹേ മിങ്കു, എന്നെ ആദ്യം തടഞ്ഞിട്ട് എന്തിനാണ് എന്നെ രക്ഷിക്കുന്നത്? എന്താ, നിനക്ക് പോയി ആക്രമിച്ചുകൂടെ? എനിക്ക് ആക്രമിക്കാൻ കഴിയില്ല. ഇവരെ നിയന്ത്രിക്കുന്ന ഈ നൂലിനെ നമ്മൾ ആദ്യം ഇല്ലാതാക്കണം, അല്ലാത്ത പക്ഷം നമ്മൾ തോറ്റുപോകും. നെപ്റ്റ്യൂൺ നിങ്ങൾ വിചാരിക്കുന്നതിലും വ്യത്യസ്തനാണ്. അവന് ഈ ശക്തി കിട്ടുന്നത് പപ്പറ്റ് മാസ്റ്ററിന്റെ ഗെയോസിൽ നിന്നാണ്. ഇപ്പോൾ ഈ ആക്രമണം തടയാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളും ഗെയോസിന്റെ അടിമകളായി തീരും. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഗെയോസിന്റെ ബന്ധനം തകർക്കണം. വളരെ ശക്തിയോടെയാണ് ആക്രമിക്കുന്നത്. ഈ യുദ്ധം പ്രയാസമായിരിക്കും. തിരിച്ചടിക്കാൻ കഴിയില്ലെന്ന് ആർക്കും തോന്നരുത്. മിങ്ങിയുടെ സഹോദരനെ രക്ഷിക്കാനായില്ലെങ്കിൽ ഈ ലിൽപായ് അവന്റെ കൈ തിരിച്ചു വെച്ചേനെ.
നിനക്ക് ഈ സമയം വേറെ ഒന്നും പറയാനില്ലേ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവന്റെ ഓരോ ഇല്ല ഉരിയേനെ. നിനക്ക് എപ്പോഴും തീറ്റ 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 എന്ന വിചാരം മാത്രമേ ഉള്ളൂ. ജീൻ സൂക്ഷിക്കൂ. ജീനെ അപകടത്തിന്റെ